ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തുർക്കിഷ് പൊട്ടറ്റോ കുനാഫയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കിഴങ്ങാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കിഴങ്ങ് പകുതി വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. പകുതി വേവായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇങ്ങനെ കുത്തുന്ന സമയത്ത് കുറച്ച് ഹാർഡായിരിക്കും. പകുതി വേവായി കഴിയുമ്പോൾ തന്നെ അതിലെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് വെന്തുടഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഗ്രേറ്ററിൻ്റെ ആ ഒരു വലിയ ഹോളുള്ള ആ ഒരു പോർഷനിൽ വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചെടുത്തത്, 2 മുട്ടയുടെ മഞ്ഞ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനോ മിക്സ് ചെയ്തെടുക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് വേവിച്ചെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാണ്. ഇനി ഇതിലേക്ക് വളരെ കനം കുറഞ്ഞ സേമിയ അല്ലെങ്കിൽ കുനാഫ ഡോ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കുനാഫ ഒക്കെ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന പോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് മസാല ചീസാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള കിഴങ്ങിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഹീറ്റിൽ 8 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ താഴ്ഭാഗം ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സേമിയ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേറൊരു പാനിൽ കുറച്ച് ഒലിവ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്കിത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ കുറച്ച് നട്ട്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള കുനാഫ പോലെ തന്നെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചൂടോടെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഒരുപാട് സ്പൈസി ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.